ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 34. അങ്ങനെ നത്തിങ്ങിൻ്റെ 2 ഫോൺസ് 3A സീരീസിൽ 2 ഫോൺസും ഇന്നലെ ലോഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കൊടുക്കുന്ന ഹൈപ്പ് മാത്രമേ ഈ ഒരു ഫോണിലുള്ളൂ. അല്ലാതെ ബേസിക്കലി കഴിഞ്ഞ മോഡലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അതായത് ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. ഇത് വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്സെറ്റ് അല്ല. ഒരു 30K റേഞ്ചിൽ എന്ന് പറഞ്ഞ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. വേറെ എന്താ അതിലുള്ളത്? 30K, അതായത് 3A പ്രോയിൽ ഒരു പെരിസ്കോപ്പിക് ലെൻസ് ഉണ്ട്. 3Aയിലാണെങ്കിൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ക്യാമറയിൽ വലിയൊരു ക്വാളിറ്റി ഒന്നും വരുന്നില്ല. പെരിസ്കോപ്പിക് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു രീതിയിലുള്ള അങ്ങനെയാണ് റിവ്യൂസിലൊക്കെ പറയുന്നത്. അങ്ങനെയാണോ? ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് വന്ന് കമൻറ്റ് ഇടുന്നു യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഇതൊന്ന് പറയുന്നത് പറയും. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഞാൻ പറയുന്നില്ല മോശം ക്യാമറയാണെന്ന്. ബട്ട് റിവ്യൂസൊക്കെ കണ്ട സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കി വേറെ ഒന്നുമില്ല. 30K റേഞ്ചിൽ 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഫോൺസ് ഉണ്ട്. ഇതിൽ അത് വരുന്നില്ല. ഫുൾ HD മാത്രമേ വരുന്നുള്ളൂ. പിന്നെന്താ, വയർലെസ് ചാർജിങ് ഉള്ള ഫോണും ഈ പ്രൈസ് റേഞ്ചിലുണ്ട്. IP69 റേറ്റിംഗ് ഉള്ള ഫോൺ ഈ പ്രൈസ് റേഞ്ചിലുണ്ട്. ഇതൊന്നും ഈ ഫോണിൽ വരുന്നില്ല. ആകെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 50 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ഇവിടെ 6500 mAh ബാറ്ററി ഉള്ള ഫോൺസ് വരുന്നുണ്ട്. സോ ഒരു മോശം ഫോണല്ല, ഒരു എല്ലാ രീതിയിലും ഒരു നോർമലായിട്ടുള്ള ഫോൺ മാത്രമാണ് നത്തിങ് ഫോൺ 3Aയും 3A പ്രോയും. ഇനി അടുത്ത ആഴ്ച വരാൻ വേണ്ടി പോകുന്ന ഫോൺസ്, അതായത് ഷവോമിയുടെ 15 സീരീസ്, ഷവോമി 15ഉം 15 അൾട്രയും ഓൾറെഡി ഗ്ലോബലി 2-ാം തീയതി ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലേക്ക് 11-ാം തീയതി ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൈസ് 11-ാം തീയതി റിവീൽ ചെയ്യും. സ്പെസിഫിക്കേഷൻസൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായത് തന്നെയാണ് ഇവിടത്തേക്കും വരുമ്പം. അതിലൊന്നും ബേസിക്കലി മാറ്റില്ല. പ്രൈസ് 11-ാം തീയതി റിവീൽ ചെയ്യുന്നതായിരിക്കും. അന്ന് തന്നെയാണ് ഐക്യൂടെ നിയോ 10R എന്ന മോഡൽ ലോഞ്ച് ചെയ്യുന്നത്. അത് 30K റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫോണായിരിക്കും. നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം പെർഫോമൻസ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും വേറെ ലെവലായിരിക്കും. ക്യാമറ മാത്രമായിരിക്കും കുറവായിട്ട് വരുന്ന. ബാക്കി എല്ലാ റേഞ്ചും ദി പെർഫെക്റ്റ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നല്ല പ്രൈസ് പോയിന്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഐക്യു നല്ല പ്രൈസിലാണ് എപ്പോഴും ഫോൺ ഇറക്കാറ്, ഐക്യൂവും പോക്കോയും. ബാക്കിയുള്ളൊരു കാര്യം എന്തൊക്കെയാണ്, പക്ഷേ ഇവർ ഈ 2 ബ്രാൻഡും നല്ല പ്രൈസ് പോയിന്റിലാണ് എപ്പോഴും ഫോൺ, അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ഫോൺസ്. മോട്ടറോളയും ഉണ്ട്. ബട്ട് ഐക്യു പെർഫോമൻസ് വൈസ് വേറെ ലെവലായിരിക്കും. നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട് കേട്ടോ. പിന്നീട് സാംസങ്ങിൻ്റെ 2 ഫോൺസ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. അതായത് A സീരീസിൽ വരുന്ന A36ഉം A56ഉം ലോഞ്ച് ചെയ്തു. A36 ആണെങ്കിൽ ഒരു 33,000 ആണ് ആ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. A56 ആണെങ്കിൽ അതിൻ്റെ പ്രൈസ് വന്നിട്ട് 42K, 42,000 മറ്റേ 33,000 രൂപ പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. ഇതിൽ A36ലാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. മറ്റേ A56ലാണെങ്കിൽ എക്സിനോസിൻ്റെ 1580 ചിപ്സെറ്റാണ് വരുന്നത്. പെർഫോമൻസ് വൈസ് ഡീസൻറ്റ് എന്നല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യാമറ, നല്ല ബാറ്ററി. സാംസങ് എന്ന ബ്രാൻഡ് നോക്കിയിട്ട് ഫോൺസ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം പോയി എടുത്താൽ മതി. ആ റേഞ്ചിലെ ഒരു ഡീസൻറ്റ് നല്ല ഫോണാണ്, അത്രയേ ഉള്ളൂ. A സീരീസ് ആണ്. ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. നല്ല ബിൽഡ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ആ പ്രൈസ് പോയിന്റിലെ ബെസ്റ്റ് ഫോണല്ല കേട്ടോ. ഇപ്പം 33K റേഞ്ചിൽ വരുന്ന ഫോൺ, ബാക്കിയുള്ള ആ റേഞ്ചിലെ ഫോൺസിന് വേറെ ലെവൽ സ്പെസിഫിക്കേഷൻസൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇതിലുണ്ടാവത്തില്ല. സാംസങ്ങിൻ്റെ A സീരീസ് ആണ്. ആ രീതിയിൽ മാത്രം നോക്കുക. നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി വാങ്ങാൻ വേണ്ടി പറ്റിയ നല്ലൊരു മോഡലാണ്. ഓൺലൈനിലും ഉണ്ട്, ഓഫ്ലൈനിലും ഉണ്ട്. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോണാണ് A സീരീസിൽ വരുന്ന ഫോൺസ്. A26 വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ S25 എഡ്ജ് അടുത്ത മാസം വരുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഏപ്രിൽ മാസം എന്തായാലും S25 എഡ്ജ് എന്ന സാംസങ്ങിൻ്റെ സ്ലിമ്മസ്റ്റ് ഫോൺ അടുത്ത മാസം വരുന്നുണ്ട്. പിന്നെ മാക്ബുക്ക് എയർ M4 ചിപ്പുള്ള മാക്ബുക്ക് എയർ അടുത്ത ആഴ്ച വരുന്ന ഒഫീഷ്യലായിട്ടുള്ള ടിം കുക്ക് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച മാക്ബുക്ക് എയറിൻ്റെ M4 കൂടെ വരുന്നുണ്ട്. പിന്നെ പുതിയ മോഡലിലെ iPad ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. അതായത് iPad എയറും iPad 11th ജെന്നും വന്നിട്ടുണ്ട്. അതിൽ iPad എയറിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 59,900 രൂപയായിട്ടാണ് വരുന്നത്. അതായത് വൈഫൈ മോഡലിനാണ്. പിന്നീട് iPad 11th ജെന്നിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 34,900 രൂപയായിട്ടാണ് വരുന്നത്. സോ വലിയ മാറ്റങ്ങളൊന്നുമില്ല. iPad 11ലാണെങ്കിൽ A16 ചിപ്പ് വരുന്നുണ്ട്. മറ്റേലാണെങ്കിൽ M3 ആയിട്ടാണ് വരുന്നത്. ആ ഒരു മേജറായിട്ടുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്
മാക്ബുക്ക് എയർ M4 ആണ്. കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിയും ബാക്കിയുള്ള പഴയ മോഡലിൻ്റെ പ്രൈസ് എത്രത്തോളം കുറയുന്നുള്ളത്. സോ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ പോക്കോയുടെ M7 5G എന്ന ഒരു 10K റേഞ്ചിലൊരു പുതിയ ഫോൺ കൂടെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്നാപ്ഡ്രാഗൻ്റെ 4 Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഒന്നും വരുന്നില്ല. 5160 mAh ബാറ്ററി ഒക്കെ വരുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോണാണ് 10K റേഞ്ചിൽ. ആ റേഞ്ചിൽ വേറെ ഒരുപാട് ഫോൺസ് ഇപ്പോൾ ഉണ്ട്. സാംസങ്ങിനുണ്ട്, മോട്ടറോളയുണ്ട്, ഒരുപാട് എല്ലാ ബ്രാൻഡിനും ആ ഒരു 10K എന്ന പ്രൈസ് പോയിൻറ്റിൽ ഫോൺസ് ഉണ്ട്. ആ റേഞ്ചിലൊരു ബെസ്റ്റ് ഫോൺ കൂടിയാണ് പോക്കോയുടെ M7 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് അപ്ഡേറ്റിൽ പറയാനുണ്ട്. വേറെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 9K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും കൂടെ ചെയ്യുക. സോ അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.